ഇന്നൊരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ ആർഭാടങ്ങളായിട്ടുള്ള കറികളൊന്നും ഇല്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ തട്ടിക്കുട്ടിയെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുക്കള കയറുമ്പം തന്നെ ഒന്ന് ആലോചിക്കും, ഒന്ന് പ്ലാൻ ചെയ്യും എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ മീൻകറിയും രസവും കപ്പയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞു മാറ്റി വെക്കുന്നത്. കപ്പ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, വേഗമോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ അമ്മ ഇവിടെ സാധാരണയായിട്ട് കപ്പ പാത്രത്തിലാണ് വെക്കുന്നത്, ഇങ്ങനെ കുക്കറിലൊന്നും വെക്കാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് കപ്പ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാത്രത്തിൽ വെച്ച് എത്രത്തോളം അത് വേഗണമെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് കുക്കറിൽ വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കപ്പയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ അമ്മ ഇങ്ങനെ കപ്പയൊക്കെ അരിയുന്നത് കണ്ടിട്ട് ഭയങ്കര കൊതിയാവും. ഞാൻ അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അമ്മ എന്നെ കൊണ്ട് അരിയിക്കാറുണ്ട്. പക്ഷേ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് അരിയാൻ അറിയത്തില്ല. ആ നടുക്കുള്ള തടിയും കൂടെ ഞാൻ വെട്ടിയിടാറുണ്ട്. ഇപ്പോഴും അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് അറിയത്തില്ല. കപ്പയൊക്കെ ഒന്ന് അരിഞ്ഞ് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം രസം ഉണ്ടാക്കാമെന്ന് കരുതി മസൂദാലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ എപ്പോൾ രസം ഉണ്ടാക്കിയാലും ഞാൻ പരിപ്പ് ഉപയോഗിക്കാറുണ്ട്. കുറച്ച് പരിപ്പിടും. അതേപോലെ തന്നെ തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് ഒരുമിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറി ഒരു 2-3 വിസിലടുപ്പിച്ച് വേവിച്ചിട്ട് പിന്നെ ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. രസമൊക്കെ ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ട് അതേ കുക്കറിൽ തന്നെ ഞാൻ കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കപ്പയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമില്ലാതില്ല. കാരണം എനിക്ക് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കപ്പയൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം മീൻകറി വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതും അമ്മയുടെ റെസിപ്പി തന്നെയാണ്. അങ്ങനെ എനിക്കും മീൻകറി ഒന്നും വെക്കാൻ അറിയത്തില്ല. അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ അടുക്കള ഭരണം മുഴുവൻ. അതുകൊണ്ട് തന്നെ കുറേ കറികളൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. മീൻകറി വേവുന്ന സമയങ്ങളിൽ നമുക്ക് രസം അങ്ങ് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ കടുകൊക്കെ ഒന്ന് താളിച്ചു രസം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതേസമയം കൊണ്ട് തന്നെ മീൻകറി റെഡി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ലഞ്ചിൻ്റെ കറികൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.